അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള മാർക്കറ്റ് ക്രാഷ് ആവുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഓഹരി വിപണികളൊക്കെ തകർന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ, ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസും താഴുകയുണ്ടായി. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ പെട്രോളിയം മന്ത്രാലയം ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. നമ്മുടെ ഇന്ത്യയിൽ എക്സൈസ് ഡ്യൂട്ടി 2 രൂപ കൂട്ടുകയും ഈ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതുമൂലം നമ്മുടെ രാജ്യക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യം അത് ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി മൂലം കിട്ടാതെ പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ LPGയുടെ വില കഴിഞ്ഞ ദിവസം സിലിണ്ടറിന് 50 രൂപ വർദ്ധിക്കുകയും ചെയ്തു. പെട്രോൾ, ഡീസൽ, LPG വിലവർധനയാണ് നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ക്രൂഡ് ഓയിലിൻ്റെ വില ആഗോളതലത്തിൽ തന്നെ 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി മൂലം ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ ഈ ഗുണം ലഭിക്കാതെ പോവുകയാണ്. ഇതിനെങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? അല്ല, ഈ പണി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നൊന്നും തുടങ്ങിയ പണിയല്ല. ഇത് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസിയാണത്. അത് എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ ഈ ക്രൂഡ് ഓയിൽ വില കുറയുന്നുവോ അപ്പോഴൊക്കെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ കൂട്ടിവെക്കുക. എന്നിട്ട് അതുവഴി ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വില കുറവിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാനുണ്ട്. ആ ആനുകൂല്യം നേരെ കേന്ദ്ര ഖജനാവിലേക്ക് മുതൽ കൂട്ടുക. ഇതൊരു കുറേ കാലമായിട്ട് തുടർന്നത്. ഇപ്പം 2014 അത് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ 2014 വരെ ഈ പെട്രോളിയം അന്താരാഷ്ട്ര വിപണിയിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ ഉയർന്നു നിന്നിരുന്നു. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന സർക്കാർ അവരെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് വില പിടിച്ചിരുത്തുക ചെയ്ത്. അത് കഴിഞ്ഞ് ഈ വില ഭയങ്കരമായിട്ട് താഴ്ന്നു. അസംസ്കൃത എണ്ണയുടെ വില വലിയ തോതിൽ താഴ്ന്നു എന്ന് പറഞ്ഞാൽ ബാരലിന് $40 വരെ എത്തുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് സർക്കാരിന് ഒരു ഫ്രീഡം കിട്ടി. പക്ഷെ ആ ഫ്രീഡം ഒന്നും സർക്കാർ ഉപയോഗിച്ചില്ല. സർക്കാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എക്സൈസ് തീരുവ അങ്ങ് കൂട്ടാൻ തുടങ്ങി. ലിറ്ററിന് 2 രൂപ കൂട്ടുന്നു, 3 രൂപ കൂട്ടുന്നു, 5 രൂപ കൂട്ടുന്നു. അങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റി. കൊണ്ടുവന്നിട്ട് ഏതവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വില ഉയരുന്ന ഘട്ടത്തിലും അതിൻ്റെ ആനുകൂല്യം, അതായത് $40 ആയിരുന്ന സമയത്ത് എക്സൈസ് തീരുവ കൂട്ടി, $50 ആയപ്പോഴും എക്സൈസ് തീരുവ കൂട്ടിക്കൊണ്ടിരുന്നു, $60 ആയപ്പോഴും എക്സൈസ് തീരുവ കൂട്ടി. അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലിറ്ററിന് ഒരു 100-110 ആ ലെവലിൽ നോർമലൈസ് ചെയ്യുന്ന വിധത്തിലേക്ക് എക്സൈസ് തീരുവ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നു കേന്ദ്ര സർക്കാർ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്നുവെച്ചാൽ പ്രതിഷേധങ്ങളൊക്കെ പേരിനുണ്ടായി അല്ലാതെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്ന് വെച്ചാൽ സർക്കാരിന് മനസ്സിലായി വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാവില്ല, ഇതങ്ങ് നോർമലൈസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അങ്ങനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്തത്. അതുവഴി 2 കാര്യങ്ങൾ സർക്കാർ ചെയ്തു. ഒന്ന്, ഇതിൻ്റെ ഭാരം മുഴുവൻ ജനങ്ങളുടെ പെടലിക്കിട്ടു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില എത്രത്തോളം കൂടുന്നോ അത്രത്തോളം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും LPGയുടെയും വില കൂട്ടാം, അതിൻ്റെ ഭാരം ജനങ്ങൾ വഹിച്ചുകൊള്ളുക എന്ന് അതങ്ങ് നോർമലൈസ് ചെയ്തു. വേറൊരു കാര്യം കൂടി ചെയ്തു. ഈ എക്സൈസ് തീരുവ കൂട്ടുമ്പോൾ ഇതൊരിക്കലും സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ടാത്ത വിധത്തിൽ അത് കൂട്ടുക എന്ന് പറയുന്ന പണിയെടുത്തു. അതായത് സെസ്, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി. സെസ് എന്ന് പറഞ്ഞാൽ 2 സെസ്. ഒന്ന് ഈ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സെസ് എന്നുള്ളത്, പിന്നെ ഒന്ന് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ള സെസ് എന്നുള്ളത്, കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഈ 3 വിഭാഗത്തിലാണ് ഈ കൂട്ടൽ മുഴുവൻ. ഒന്ന് അഡീഷണൽ എക്സൈസ് തീരുവ, പിന്നെ 2 സെക്സുകൾ. ഇതൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വിഭജിച്ച് കൊടുക്കേണ്ടതില്ല. മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ട്രഷറിയിലേക്ക് എത്തും. അപ്പോൾ ഈ 2 ചതിയാണ് ചെയ്തത്. ഒന്ന്, എല്ലാ ഭാരവും നാട്ടുകാരുടെ പെടലിൽ കിട്ടും. അതിൽ നിന്ന് ഉണ്ടാവുന്ന ആനുകൂല്യം മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലേക്ക് എടുത്തു. ഈ 2 ചതി സെൻട്രൽ ഗവൺമെൻറ് ചെയ്ത്, ആ ചതിയുടെ തുടർച്ച കുറേ കാലമായിട്ട് ഇത് നിർത്തി വെച്ചേക്കായിരുന്നു. അതിൻ്റെ തുടർച്ച ഇപ്പോൾ തുടങ്ങുകയാണ്. അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. തുടങ്ങുകയാണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന അസംസ്കൃത എണ്ണയുടെ വില ഇടിവുണ്ടല്ലോ, അതിൻ്റെ ആനുകൂല്യമല്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിലയ്ക്ക് നമ്മൾ വാങ്ങുന്നത് നമ്മളുടെ റിഫൈനറിയിൽ എത്താൻ കുറേ സമയം എടുക്കും. കുറേ സമയം എന്ന് വെച്ചാൽ ഒരു 3-4 മാസം എടുക്കും. അപ്പോൾ ഈ 4 മാസം മുമ്പുള്ള വിലക്കുറവിൻ്റെ ആനുകൂല്യമാണ് ഇപ്പോൾ ഈ 2 രൂപയായിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത്. പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇത് കാണണം നമ്മൾ. ഇതിൻ്റെ ഇപ്പോൾ ഉള്ള വിലക്കുറവിൻ്റെ ആനുകൂല്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഒരു 4 മാസം. അപ്പോൾ
ഇനി അത് എത്തുമ്പോഴത്തേക്കും അടുത്ത എക്സൈസ് നികുതി വർധന ഉണ്ടാവും. അതായത് ആ ആനുകൂല്യം നമുക്ക് കിട്ടാതിരിക്കാനുള്ള പണിയെടുക്കും. ഇതൊരു വലിയ ചതിയാണ്. ഈ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതിക്ക് വേറൊരു രൂപം കൂടി ഉണ്ട്. ഈ 2022 എടുത്തു നോക്കുക. 2022 ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2022 ഏതാണ്ട് 22 രൂപ ഉണ്ടായിരുന്നു എക്സൈസ് ഡ്യൂട്ടി പെട്രോളിന്. ഡീസലിന് ഏതാണ്ട് 19-20 രൂപയും. ഇതിൽ 1 രൂപ 40 പൈസയാണ് ബേസിക് എക്സൈസ് ഡ്യൂട്ടി. 1 രൂപ പെട്രോളിന്, ഡീസലിന് 1 രൂപ 80 പൈസയും. ബേസിക് എക്സൈസ് ഡ്യൂട്ടി അത് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അത്രയും മാത്രം. ഈ 1 ലിറ്ററിന് ഈ 1 രൂപ 40 പൈസയും 1 രൂപ 80 പൈസയും മാത്രമാണ് സ്റ്റേറ്റുകൾക്ക് മൊത്തമായിട്ട്, അത് 29 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട തുക അത്രേ ഉള്ളൂ. ബാക്കി മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലൊക്കെ. ഇപ്പോൾ നിലവിൽ ലിറ്ററിന് 13 രൂപയാണ് പെട്രോളിന്, ലിറ്ററിന് എക്സൈസ് ഡ്യൂട്ടി 10 രൂപയാണ്. 13 രൂപയാണ് പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി, 10 രൂപയാണ് ഡീസലിന് എക്സൈസ് ഡ്യൂട്ടി. ഇതിലും ഇതേപോലെ തന്നെ ഉള്ളൂ. ബേസിക് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 രൂപയോ അല്ലെങ്കിൽ 1 രൂപ താഴെയോ മാത്രമേ വരുള്ളൂ. ബാക്കി മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്ന സെസ്സോ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ പണിയാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ഈ ചതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവേണ്ടത്. എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അതോ ഇനി വി മുരളീധരൻ്റെ പഴയ സിദ്ധാന്തമാണോ നാട്ടുകാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അറിയില്ല. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിൻ്റെ 1% ഇവിടെ കൂട്ടാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന സിദ്ധാന്തം, ഏതാണ്ട് ആ സിദ്ധാന്തം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ. ആ സിദ്ധാന്തമാണ് നാട്ടുകാർക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹം ഒരു ന്യായമായി പറഞ്ഞ കാര്യം, കുറച്ച് കാലങ്ങളായിട്ട് ഓയിൽ കമ്പനികൾ നഷ്ടവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഇതിലൂടെ പരിഹരിക്കണം എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ന്യായം പറയുകയുണ്ടായിരുന്നു. ഈ സർക്കാർ ഫിസ്ക്കൽ പോളിസി എന്ന രൂപത്തിൽ ഇങ്ങനെ സെസ് ഡ്യൂട്ടി അടക്കമുള്ളത് നടപ്പിലാക്കി റീറ്റെയിൽ കസ്റ്റമറായ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഫിസ്ക്കൽ പോളിസി ഒരു കൊള്ളയായി മാറുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? ഫിസ്ക്കൽ പോളിസി ഒരു കൊള്ളയാണ്. അതിൽ ആദ്യം പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ കമ്പനികൾ വലിയ നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനികൾ നഷ്ടം അനുഭവിക്കല്ല, കമ്പനികൾ വില കുറച്ച് കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ആ വിലക്കുറവ് നികത്തി കൊടുക്കുകയാണ് ചെയ്യുക. അതിനാണ് സബ്സിഡി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ. അതിൽ പെട്രോളിൻ്റെ സബ്സിഡി പൂർണ്ണമായി ഇല്ലാതാക്കിയത് 2ാം UPA സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ അതിൻ്റെ ആഘാതം, അത് എത്രയാണോ കൂടുന്നത് ആ വില പെട്രോളിന് നാട്ടുകാർ സഹിക്കണം. അതായത് പെട്രോളിയം ഉൽപ്പന്നം വാങ്ങി സംസ്കരിച്ച് പെട്രോളാക്കി എത്ര രൂപയ്ക്കാണോ അതിൻ്റെ ഉൽപ്പാദന ചെലവ് വരുന്നത് ആ തുക നാട്ടുകാർ സഹിക്കണം എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, വില അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം നാട്ടുകാർക്ക് കിട്ടും എന്നും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് NDA വന്നു, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഡീസലിൻ്റെ സബ്സിഡി ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അപ്പോഴും ഇതേ ന്യായം തന്നെയാണ് പറഞ്ഞിരുന്നത്, അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോൾ അതിൻ്റെ ബേർഡൻ നാട്ടുകാർ സഹിക്കണം, വില കുറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുന്നു. ആ ആനുകൂല്യം ഇല്ലാതാക്കുന്ന പണിയാണ് ഈ നരേന്ദ്രമോദി സർക്കാർ 2014 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് എപ്പോഴൊക്കെയാണ് തിരിച്ചു വന്നതെന്നും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. 2021 ഏതോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുറച്ച് ലിറ്ററിന് 2 രൂപയോ 3 രൂപയോ മറ്റോ കുറച്ചു. അത് കഴിഞ്ഞ് 2022 ലിറ്ററിന് 5 രൂപ കുറച്ചു. വേറെ 4-5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അപ്പോഴും എന്താ പറയുക, വിപണി വിലയ്ക്കനുസരിച്ചുള്ള ആനുകൂല്യം എന്നുള്ള നിലയ്ക്കല്ല ഇത് കുറയ്ക്കുന്നത്. അതായത് വിപണി വില, അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിൽ വിലയ്ക്കനുസരിച്ച് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുക മാത്രമാണ്. അതായത് അതുവരെ കൂട്ടി വെച്ചിരുന്ന ടാക്സ് കുറച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുവഴി ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നം സംസ്കരിച്ച് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല. സർക്കാരിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിവെക്കുകയും അത് ഇലക്ഷൻ സമയം വരുമ്പോൾ അത് കുറച്ച് വില കുറച്ചിരിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കുകയുമാണ് ചെയ്തിരുന്നത്. അതുവഴി ഈ പറയുന്ന കമ്പനികൾക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല നഷ്ടമൊന്നും. പിന്നെ ഇത് നാട്ടുകാരെ പറ്റിക്കാൻ പറയുന്ന ഒരു അടവ് മാത്രമാണ്. ഇത്രയും കാലമായിട്ട് കമ്പനികൾ മുഴുവൻ വലിയ നഷ്ടത്തിലാണല്ലോ ഈ കമ്പനികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികൾ അവർ എന്താ പറയുക, ലാഭവിഹിതമായിട്ട് എത്ര തുക സംസ്ഥാന സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തു എന്നുള്ളതിൻ്റെ കണക്ക് നോക്കിയാൽ മാത്രം മനസ്സിലാവും നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു കള്ളത്തരം പറയുക എന്നുള്ളത് ഇവർക്ക് യാതൊരു മടിയില്ലാത്ത, എന്ത് കാര്യത്തിലും കള്ളത്തരം പറയും.
അത് സംഘപരിവാരത്തിൻ്റെ താഴെ മുതൽ ഏറ്റവും ടോപ്പ് വരെയുള്ള ലീഡർമാരെ എടുത്തു കഴിഞ്ഞാൽ, അല്ല കേഡർമാരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയാസമില്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യം, എന്ത് കള്ളവർ പറയും. അതിപ്പോൾ ഹർദീപ് സിംഗ് പുരി ആയാലും കൊള്ളാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും കൂടെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതൊരു കള്ളത്തരം വീണ്ടും അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു ആർഗ്യുമെൻറ്റ്. അത് ശരിയാണ്. പക്ഷെ അതുവഴി അവർ ചെയ്യുന്നൊരു വലിയ കൊള്ള എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ എന്താ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി കൂട്ടി, അല്ലെങ്കിൽ LPGയുടെ വില കൂട്ടി, അതുവഴി സർക്കാർ ഖജനാവിലേക്ക് കുറേ കൂടെ പണം എത്തുന്നു സർക്കാരിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് മാത്രമല്ല അവിടെ സംഭവിക്കുക. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കൂടും. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് മുതൽ നമ്മൾ തൊടുന്ന പൊട്ട് മുതൽ, അല്പം തൊടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും എന്താണെങ്കിലും നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾ മുതൽ എല്ലാ സാധനങ്ങൾക്കും ഇത് ബാധക. കാരണം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമ്പോൾ ആ ബേർഡൻ സാധാരണക്കാരുടെ മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് ഈ കമ്പനികളെല്ലാം ഈടാക്കുക. അല്ലാതെ അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടൊന്നും ഈ സാധനം ബോംബെയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കോഴിക്കോട് കൊണ്ടുവന്ന് വിൽക്കില്ല. അപ്പോൾ ഇതൊരു ചതിയാണ്. സാമാന്യം പോലെ ബുദ്ധിയുള്ള ഭരണാധികാരികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ധന വില കുറച്ച് വയ്ക്കും. ഇപ്പോൾ അമേരിക്ക ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണല്ലോ. അവർക്കിപ്പോൾ ഇതേപോലെ ബേർഡൻ സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ക്രൂഡ് ഓയിലിൻ്റെ വില വെച്ചുകൊണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്കണോമി എടുക്കുക, അവർക്കും ഇതൊന്നും ചുമക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വില കുറച്ച് വയ്ക്കും. വില കുറച്ച് വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കുറയും. അപ്പോൾ അതിൻ്റെ ബേർഡൻ ഈച്ച് ആൻഡ് എവരി ഏരിയയിൽ അതിൻ്റെ വില കുറഞ്ഞു കിട്ടും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അപ്പോൾ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടും. ആ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് കയറ്റുമതി ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ വിപണനം നടത്താനോ ഉള്ള സാഹചര്യം ഒരുക്കി. ഇതാണ് ബുദ്ധിയുള്ള ഗവൺമെൻറ് സിസ്റ്റം ചെയ്യുക. അതുവഴിയാണ് അവർ ഫിസ്ക്കൽ എന്താ പറയുക, രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്തി നിലനിർത്തുക. അത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഞങ്ങൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പണി ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ ആളുകൾക്ക് ഇതറിയില്ലല്ലോ ഇതെന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആകെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അവതാളത്തിലാവും, രാജ്യം കടത്തിൽപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഇത് മൊത്തത്തിൽ രാജ്യസ്നേഹത്തിൻ്റെയും തീവ്രദേശീയതയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കച്ചവടം മുഴുവൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൂടെ ഈ കച്ചവടത്തിൻ്റെ ഭാഗം ഇതോടെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുവഴി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്, വളരെ വലുതാണ്. നാട്ടുകാരുടെ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പൈസയിൽ മുതൽ ഇതിൻ്റെ വർധന പ്രതിഫലിക്കും എന്നുള്ളൊരു ഫാക്റ്റ് മറച്ചു വെച്ച് കൊണ്ടാണ് ഇവർ പലപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഇത് എളുപ്പത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റില്ല, നാട്ടുകാർക്ക് എളുപ്പത്തിൽ പറഞ്ഞ് കൊടുക്കാനും പറ്റില്ലല്ലോ ഈ കണക്ക്. അതിൻ്റെ ഒരു സൗകര്യം കൂടെ സത്യം പറഞ്ഞാൽ 2014 മുതൽ ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ 2014 മോഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വീട്ടമ്മമാരെ, നിങ്ങൾ എന്തിനാണ് ഈ 400 രൂപയ്ക്ക് സിലിണ്ടറിന് കൊടുക്കുന്നത്, എനിക്കൊരു അവസരം തരൂ, ഞാനിത് കുറച്ച് തരാം, അതുപോലെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന കാലം വരും എന്നുള്ള മോഹന വാഗ്ദാനങ്ങളായിരുന്നു. 3ാം തവണയും മോഡി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നത് ഈ വർധന തന്നെയാണ്. എന്തുകൊണ്ടാണിത്? ഇപ്പോൾ നമുക്കൊക്കെ മുമ്പ് ഒരു പെട്രോളിന് 1 രൂപ കൂടുക, 2 രൂപ കൂടുമ്പോഴേക്ക് ഹർത്താലുകളും സമരങ്ങളുമായിട്ട് ഇതിങ്ങനെ നമ്മൾ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ലോകം അറിയുന്നത് പോലും ഇല്ല എന്ന മട്ടിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നോർമൽസി ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാക്ടിക്സ്, ആദ്യത്തെ ചതി. അത് വളരെ ഭംഗിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു. ഞങ്ങളിങ്ങനെ സർക്കാർ ഖജനാവ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഫിസ്ക്കൽ ഡെഫിസിറ്റാണ്, അതുകൊണ്ട് ഈ വില കുറഞ്ഞിരിക്കുക, അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിരുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ കൂടുതൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് പണം കൂട്ടുകയാണ്, അതുവഴി സ്വച്ഛ ഭാരത് നടപ്പാക്കുന്നു, റോഡ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുള്ള തട്ടിപ്പുണ്ടല്ലോ. ഈ തട്ടിപ്പ് പല രൂപത്തിൽ പ്രചരിപ്പിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയും ഇതിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് ഈ ഒരു നോർമൽസി അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് പെട്രോളിനും ഡീസലിനും ഒരു 100 രൂപയുടെ ചുറ്റുവട്ടത്തുള്ള വില എന്നുള്ള ഒരു 110 ഒക്കെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്ഥിതി ക്രിയേറ്റ് ചെയ്തു. അതുവഴി ആളുകൾക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊന്നും കൂടുതലൊന്നും കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. മുരളീധരൻ പറഞ്ഞ അതേ സിദ്ധാന്തം തന്നെ, അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞപ്പോൾ
അതിൻ്റെ ഒരു ശതമാനം ഇവിടെ കൂട്ടിയിട്ടുണ്ടാവുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ സിദ്ധാന്തം നമ്മളെല്ലാവരും അങ്ങ് ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മീഡിയം വഹിക്കുന്നു. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലിപ്പോൾ നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പെട്രോളിൻ്റെ പുറത്ത് ലിറ്ററിന് 1 പൈസ സെസ് ചുമത്താൻ തീരുമാനിക്കുകയാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ മീഡിയാസ് മുഴുവൻ കേരളത്തിലുള്ള സകല ആളുകളുടെയും റിയാക്ഷൻ വേണ്ടി ഓടും. നാട്ടുകാരുടെ റിയാക്ഷൻ വേണ്ടി വരും, ഓട്ടോ തൊഴിലാളികളുടെ റിയാക്ഷൻ വേണ്ടി ഓടും, പ്രതിപക്ഷ നേതാവിൻ്റെ റിയാക്ഷൻ വേണ്ടി വരും, പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ റിയാക്ഷൻ വേണ്ടി വരും, സകല ആളുകളുടെയും റിയാക്ഷൻ വേണ്ടി ഓടും അല്ലേ. അതുവഴി വലിയ അനീതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കും. റിയാക്ഷന് വേണ്ടി ഓടുന്നവരുടെ കൂട്ടത്തിൽ ലിറ്ററിന് 2 രൂപ കൂട്ടിയ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും മുൻ പ്രസിഡന്റുമാരുടെ ആരൊക്കെ ഉണ്ടായിരുന്ന അവരുടെയും ഈ പറയുന്ന സിദ്ധാന്തം അവതരിപ്പിച്ച് വി മുരളീധരൻ്റെ ഒക്കെ പ്രതികരണത്തിന് വേണ്ടി ഓടും അല്ലേ. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ ഇവിടെ ഇന്നലെ 2 രൂപ നിഷേധിച്ചപ്പോൾ കൂട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണല്ലോ. ഇപ്പോഴത്തെ നില വെച്ചിട്ടാണ് കൂട്ടിയിട്ടില്ല, വി മുരളീധരൻ്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് കൂട്ടിയിട്ടില്ല. അപ്പോൾ 2 രൂപ പക്ഷെ നിഷേധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞപ്പോൾ നമ്മൾക്ക് ആനുകൂല്യമായി കിട്ടേണ്ട 2 രൂപ നികുതി ഇനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോവുകയും അതിൽ 5 പൈസ പോലും 1 പൈസ പോലും ഒരു സംസ്ഥാനത്തിനും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയ അനീതി അവിടെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും മീഡിയ വീണ്ടും വയറ്റത്തടിച്ചു എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ന്യൂ നോർമൽസി, ഇതാണ് നമ്മളുടെ ഒരു ശീലം. ആരോട് പ്രതികരിക്കാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ ആ ധാരണയിൽ നിന്നാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ചാനൽ, ഇന്നലെ ഏതോ ഒരു ചാനൽ മാത്രം ഇത് ഡിസ്കഷൻ എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ മാറി ഡിസ്കഷൻ അങ്ങനെ കാണാത്തതുകൊണ്ട് മാറി കണ്ട കൂട്ടത്തിൽ സ്ട്രിപ്പ് മാത്രം കണ്ടത്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല വേറെ ഏതോ ചാനലാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു അവസ്ഥ. അപ്പോൾ അതവർക്ക് നന്നായിട്ട് അറിയാം, ഭരണകൂടത്തിന് നന്നായിട്ട് അറിയാം. ആകെ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾക്ക് അത്യാവശ്യം വേരോട്ടമുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന് പൂർണ്ണമായും വഴങ്ങാത്ത സംസ്ഥാനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മാത്രമാണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവിടെ പോലും ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ നോർമൽസിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ LPG സിലിണ്ടർ 50 രൂപ കൂട്ടി, ഒരു സിലിണ്ടറിന് 50 രൂപ കൂട്ടി. ഈ 50 രൂപ കൂട്ടുമ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന നിഗം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പദ്ധതിയിലുള്ള ഉപഭോക്താക്കളുടെ പോലും 50 രൂപ കൂട്ടിയിട്ടുണ്ട്. ഈ 50 രൂപ കൂട്ടുമ്പോൾ പോലും സബ്സിഡി എന്ന് പറഞ്ഞൊരു സാധനം LPG സിലിണ്ടറിന് ഇല്ല. ഇപ്പം നിലവിൽ 1 പൈസ LPG സിലിണ്ടർ സബ്സിഡി ഇല്ല. ഇപ്പം സബ്സിഡി ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത ജനങ്ങളോട് പറയുന്നില്ല കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതും നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് LPG സിലിണ്ടറിന് വില കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമരങ്ങളുടെ പ്രളയം എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം അതൊന്നും ആവശ്യമില്ല ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതാക്കുന്നതിൽ ഭരണകൂടം വിജയിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് ഒരേ സമയം പറയുകയും അത് വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് മാറുമെന്ന് പറയുന്നു. പക്ഷേ വിപണിയിൽ കുറയുന്ന സമയത്ത് ആനുകൂല്യം ലഭിക്കുന്നില്ല, എന്നാൽ കൂടുന്ന സമയത്ത് അതിനനുസരിച്ച് ജനങ്ങൾ പോയി എടുക്കേണ്ടി വരുന്നു. എന്നാൽ അതേ സമയം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വില കുറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് കാണാത്ത ഒരു സമയത്ത് ഇത് കൂടുന്നതും കാണുന്നുണ്ട്. ഇത് ഗവൺമെന്റ് കൃത്യമായി അതിനുള്ള രാഷ്ട്രീയ ലാഭമൊക്കെ ഇല്ല. വില നിയന്ത്രിക്കുന്നതിൻ്റെ കൺട്രോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നില്ല, അത് സത്യം തന്നെയാണ്. അതായത് ഉൽപ്പന്നത്തിൻ്റെ വില നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. സർക്കാർ ആ പരിപാടി നിർത്തിയിട്ടുണ്ട്. LPGക്ക് മാത്രം അത് പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെ കാര്യത്തിൽ ആ വില നിയന്ത്രണ അധികാരം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിപ്പോൾ ഇല്ല. അവിടെയാണ് ഞാനീ പറയുന്നത്, അവിടെയാണ് ഈ ചതി നടക്കുന്നത്. സർക്കാർ വളരെ ടാക്ടിക്കലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈസ് തീരുവ കൂട്ടിക്കൊണ്ടുവരിക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളീ പറയുന്ന കുറവൊക്കെ വരുത്തുന്നതിന് മുമ്പ് ലിറ്ററിന് 30 രൂപയും 33 രൂപയും, പെട്രോളിന് 33 രൂപയും ഡീസലിന് 30 രൂപയും എക്സൈസ് തീരുവ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു രാജ്യത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 110 രൂപ നമ്മൾ പെട്രോളിന് കൊടുക്കുമ്പോൾ അതിൽ 33 രൂപ എക്സൈസ് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ വാറ്റ് ഉണ്ട്, സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന വാല്യൂ ആഡഡ് ടാക്സ് വേറെ ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഏതാണ്ട് 60 രൂപയോളം വരുമായിരുന്നു അന്ന്. അപ്പോൾ അതിൽ ബൾക്കായിട്ടുള്ളൊരു എമൗണ്ട് 33 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നേരിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്.
പെട്രോളിൻ്റെ വില വെച്ചിട്ടല്ല മാനേജ് ചെയ്യുന്നത്. ഈ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഒരു ഇലക്ഷൻ വരുന്നു, ക്രൂഷ്യലാണ്, മറ്റു മാർഗ്ഗമൊന്നുമില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ലിറ്ററിന് 5 രൂപ കുറച്ചിരിക്കുന്നു എന്നപ്പോൾ പറയാം. ആ കുറവ് വരുത്തുന്നത് ഈ എക്സൈസ് ഡ്യൂട്ടിയിലാണ്. അത് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, ക്രൂഡ് ഓയിൽ വില കുറച്ച് താന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എക്സൈസ് തീരുവ അങ്ങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സെയിം പണിയാണ് ഇവിടെയും ചെയ്തത്. LPG കാര്യത്തിലും അത് തന്നെയാണ്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ LPG സിലിണ്ടറിന് 300 രൂപയോ അങ്ങനത്തെ ഒരു കുറവ് പ്രഖ്യാപിക്കുന്നത്. അന്ന് 1000 ചില്ലറ ഉറുപ്പിയായിരുന്നു ഒരു സിലിണ്ടറിന് വില. അത് നേരെ 800 രൂപയിലേക്ക് കൊണ്ടുവന്നു. അത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. അത് കഴിഞ്ഞ് ഉജ്ജ്വല യോജനക്കാർക്ക് ഒരു 100 രൂപയും കൂടെ അഡീഷണൽ ബെനിഫിറ്റോ മറ്റോ പ്രഖ്യാപിച്ചു. അപ്പം ഇത് പക്ഷേ സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അല്ലാതെ നിവൃത്തിയില്ല LPGയുടെ കാര്യത്തിൽ. അപ്പോൾ അത് കൊടുത്തു. ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് കൊടുത്തു. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ക്രൂഡ് ഓയിലിൻ്റെ വില നല്ലോണം കുറഞ്ഞു വന്നു. അപ്പോൾ LPGയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ആക്ച്വൽ വിലയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതായി. 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, LPG ഇവിടെ കൊണ്ടുവന്ന്, അതായത് പെട്രോളിയം ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് LPG ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളുടെ വീടുകളിൽ എത്തുമ്പോൾ 800 രൂപ കൊടുത്താൽ മതി ഒരു സിലിണ്ടറിന്. ആക്ച്വൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 800 രൂപയേ ഉള്ളൂ. അപ്പോൾ സബ്സിഡി ആവശ്യമില്ല. ഇപ്പം അത് കൂടി, ഇപ്പം അത് കുറച്ച് കൂടുക ചെയ്തത്. അപ്പോൾ ആ 50 രൂപ കൂട്ടിയെടുത്തുകൊണ്ട് സബ്സിഡി എന്ന് പറയുന്ന പരിപാടി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുക. നമ്മളത് ബജറ്റ് കണക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഓരോ വർഷവും LPG സബ്സിഡിക്ക് ബജറ്റിൽ എത്ര തുക നീക്കി വയ്ക്കുന്നു എന്ന് വെച്ചാൽ മതി. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇതിങ്ങനെ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അധികം വൈകാതെ അങ്ങനൊരു എൻട്രി തന്നെ ബജറ്റിലുണ്ടാവില്ല. ഇതൊരു വലിയ ചതിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചതി പക്ഷേ നാട്ടുകാർക്ക് മനസ്സിലാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവർക്കാകെ ഇത് കൂടി കുറഞ്ഞു എന്നുള്ളത് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ പുറത്ത് വരുന്ന ഈ പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, തീർത്തും തെറ്റായതും തീർത്തും ആളെ പറ്റിക്കുന്നതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ മന്ത്രിയുടെ വിശദീകരണം പോലെ ആളുകളിപ്പോൾ ഇതിനെ വിശ്വസിച്ചു പോകുന്നത്. റൈറ്റ്. ഒരു സമയത്ത് ആഗോളതലത്തിൽ കുറയുന്നതിൻ്റെ ഒരു ശതമാനമാണ് ഇന്ത്യയിൽ കൂടുന്നത് എന്ന് മന്ത്രി പറഞ്ഞ സമയത്ത് നമ്മളതിനെ പരിഹസിച്ചിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അത് വിശ്വസിച്ച് മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും LPG, പെട്രോൾ, ഡീസൽ എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില തന്നെയാണ് പെട്രോളിനും ഡീസലിനും കൊടുക്കുന്നത്. പക്ഷേ അത് വർദ്ധിച്ച വിലയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്ത കാലത്തോളം സർക്കാർ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചതി നമ്മൾ തിരിച്ചറിയില്ല. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ചതി തിരിച്ചറിയാൻ, കണക്കുകൾ പറഞ്ഞ് വഞ്ചിക്കുന്ന ഈ വഞ്ചന തിരിച്ചറിയാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകണം. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.